അൽ മുക്താദിർ ജ്വല്ലറി കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ. സംസ്ഥാനത്തെ 30 ബ്രാഞ്ചുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 380 കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത്. വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നും കണ്ടെത്തി. പഴയ സ്വർണം വാങ്ങിയതിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരത്തും കൊല്ലത്തും പരാതിയുമായി നിരവധി പേർ രംഗത്തെത്തി. അഡ്വാൻസ് ബുക്കിംഗായി ലക്ഷങ്ങൾ വാങ്ങിയെന്നാണ് പരാതി. കരുനാഗപ്പള്ളിയിൽ 100 കണക്കിന് ആളുകളാണ് പണം നിക്ഷേപിച്ചത്. ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ഒളിവിലാണെന്നാണ് പരാതിക്കാർ പറയുന്നത്. എന്നിട്ടിപ്പോൾ നമുക്കെപ്പോഴും 1 വർഷം കഴിയുമ്പോൾ തരാമെന്നുള്ളൊരു എഗ്രിമെൻ്റ് ആയിരുന്നു തരാമെന്നുള്ളത്. പക്ഷേ അത് ഒരു 2 പ്രാവശ്യമായിട്ട് കിട്ടി, പിന്നെ തൊട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഇവിടെ ഒരു 10 ലക്ഷം രൂപയുടെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി എൻ്റെ ചേട്ടൻ്റെ മകളുടെ മകൾക്ക് വേണ്ടി ഞാൻ സ്വർണ്ണം എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണം തരാം, ഒരു 11 മാസം നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഏപ്രിൽ മാസം 17-ാം തീയതി എൻ്റെ ചേട്ടൻ്റെ മകളുടെ വിവാഹമായിരുന്നു. സ്വർണ്ണം തരാം, പൈസ തരാം, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാൻ ഏജൻറ്റ് പുറക്കോട്ടങ്ങ് മാറി. അപ്പോൾ പൈസയില്ല, സ്വർണ്ണവുമില്ല. കല്യാണം നടത്തി. അവർക്ക് 25-ാം തീയതി അയാൾ തരും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പൈസ തരും, അല്ലെങ്കിൽ സ്വർണ്ണം എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ട് 25-ാം തീയതി കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത് മാസവും കഴിയും. ഞാൻ ഈ മുക്താദർ ഗ്രൂപ്പിൽ ഒരു 18 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതിനെനിക്കിങ്ങനെ ഒരു എഗ്രിമെൻറ്റ് തന്നായിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് 310 ഗ്രാം സ്വർണ്ണമാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. നവംബറിൽ എനിക്ക് തരുമെന്ന് പറഞ്ഞതാണ്. നവംബറിൽ സ്വർണ്ണം മേടിക്കാനായിട്ട് ചെന്നപ്പോൾ സ്വർണ്ണത്തിൻ്റെ സ്റ്റോക്കില്ല. GPOൻ്റെ ഓപ്പോസിറ്റുള്ള നിർമ്മല ആർക്കേഡ് എന്ന ബിൽഡിംഗ്, നിർമ്മല ഞാനാണ്. അപ്പോൾ ഞങ്ങളുടെ ബിൽഡിംഗാണ്. ഡിസംബറിൽ അഗ്രിമെൻറ്റ് കഴിഞ്ഞതാണ്. പുള്ളിനെ അന്ന് തൊട്ടേ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം എന്നോട് പറഞ്ഞു, സുധീർ എന്ന് പറഞ്ഞു ഇവിടെ ഒരു പുള്ളിയുടെ ഒരു മാനേജറുണ്ട്, പുള്ളിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി, വാടകയുടെ കാര്യം പുള്ളി പറഞ്ഞു. അപ്പം ഡിസംബർ തൊട്ടേ ഞങ്ങൾക്ക് മുടങ്ങിയാണ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം സുധീറിനെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി ചിരിക്കുന്നു, ബായി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. പിന്നീട് ഇയാളെ വിളിച്ചിട്ട് ഇയാളും എടുക്കുന്നില്ല. മൻസൂറും എന്നെ ബ്ലോക്ക് ചെയ്തു. നമ്മൾ കട തുറക്കുവാണ്, അതോടെ നിങ്ങളുടെ പൈസയും തരും, വാടകയും തരും, എല്ലായിടത്തെയും വാടക തരും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇയാൾ എങ്ങുമുള്ള വാടക കൊടുത്തിട്ടില്ല. അല്ല, അയാൾ പറഞ്ഞിരിക്കുന്നൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങിൻ്റെയും റെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റും ഇയാൾ ഇതുവരെ കൊടുത്തിട്ടില്ല. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യയും TV പ്രസാദും SS ശരണും നമുക്കൊപ്പം ചേരുകയാണ്. തത്സമയം ആദ്യം നമുക്ക് ദിലീപിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ദിലീപ് ദേവസ്യ. വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ആളുകളെ ബ്ലോക്ക് ചെയ്താൽ തട്ടിപ്പില്ലാതാകില്ലല്ലോ. ഇപ്പോൾ വരുന്ന പരാതികൾ എന്താണ് വ്യക്തമാവുന്നത്? വെരി ഗുഡ് മോർണിംഗ് സുജിയ. കൊല്ലത്ത് നിന്നാണ് ഈ തട്ടിപ്പിൻ്റെ തുടക്കമുണ്ടായിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഇതിൻ്റെ പ്രധാന ശാഖ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലം നഗരത്തിലും ഇത്തരത്തിലുള്ള ഒരു ജ്വല്ലറി തുടങ്ങിയിരുന്ന പ്രധാന പത്രങ്ങളിലും ചാനലുകളിലെല്ലാം തന്നെ പരസ്യം നൽകി. അതോടൊപ്പം തന്നെ വലിയ തോതിൽ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഈ കൊല്ലത്ത് നിന്ന് 100 ആളുകളുടെ പരാതിയാണിപ്പോൾ വന്നിരിക്കുന്നത്. കോടികൾ വാങ്ങിയെന്നാണ് പറയുന്നത്. നമുക്ക് പരാതി തന്ന ഒരാൾ 1,40 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ വിവാഹത്തിന് വെച്ചിരുന്ന പണമാണ് ഈ ജ്വല്ലറിയിൽ നിക്ഷേപിച്ചത്. 18 ലക്ഷം രൂപ നൽകിയ അതേപോലെയുള്ള ഒരാൾ സ്വന്തം മകൾ 18 വയസ്സായപ്പോൾ ആ പണം നിക്ഷേപിക്കുകയായിരുന്നു. അവളുടെ വിവാഹം അടുത്തെത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും പണം ഇതുവരെ നൽകിയിട്ടില്ല. ഒരു പരാതിപ്പെട്ട ആളുടെ പ്രതികരണത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ദിലീപ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പരസ്യത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ പത്രങ്ങളിലും 1-ാം പേജിൽ അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഒരു പരസ്യം നമ്മളെല്ലാവരും കണ്ടു കാണും. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആ പരസ്യം കാണുന്നില്ല. എവിടെ പോയി ആ പരസ്യം? അല്ലെങ്കിൽ ആ ജ്വല്ലറി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? എന്നോടൊപ്പം ചേരുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തട്ടിപ്പിനിരയായ കുറച്ച് ആളുകളാണ്. ഈ പണം പ്രധാനമായും തട്ടിയെടുത്തതെന്ന് പറഞ്ഞാൽ ഏജൻറ്റുമാർ മുഖാന്തരമാണ്. ഏജൻറ്റുമാർ അതത് പ്രദേശങ്ങളിലുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരം ആത്മീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ വീടുകളിലേക്ക് പറഞ്ഞയച്ച് അന്നത്തെ വിലയിൽ സ്വർണം ബുക്ക് ചെയ്ത് 11 മാസം കഴിയുമ്പോൾ അന്ന് പറയുന്ന പഴയ 11 മാസം മുന്നുള്ള വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ നൽകുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചാണ് ഈ ട്രാപ്പിൽ പെടുത്തിയത്. ഇപ്പോൾ ആർക്കും ബുക്ക് ചെയ്ത ആർക്കും സ്വർണം കൊടുക്കുന്നില്ല, അവർക്ക് ലാഭവിഹിതം കൊടുക്കുന്നില്ല, കടകളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഞാൻ എൻ്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് 18 ലക്ഷം രൂപ കൊടുത്ത് 310 ഗ്രാം സ്വർണ്ണമാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് കഴിഞ്ഞ നവംബർ മുതൽ ഇന്നേ വരെ ഒരു പൈസയും എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല, എനിക്ക് സ്വർണ്ണവും ലഭിച്ചിട്ടില്ല. ഈ ഏജൻറ്റാണ്, നിങ്ങളാണ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നിട്ടില്ലല്ലോ പറഞ്ഞു. ഇപ്പോൾ വരുമാനമില്ല, കയ്യിലിരുന്നതും പോയി, സ്വർണവും പോയി, ഒന്നുമില്ല. സ്വർണ്ണം കയ്യിൽ വെച്ചിരുന്നെങ്കിൽ തന്നെ ഇപ്പം ആ 15 ലക്ഷം രൂപയ്ക്കാണെന്ന് കൊടുത്തത്, അത് ഇപ്പോൾ അത് തന്നെ 35 ലക്ഷം രൂപയാണ്. 1,40,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഏജൻ്റായിരുന്ന
സിദ്ദീഖ് കാസ്മി എന്ന് പറഞ്ഞ കല്ലമ്പലം സ്വദേശിയാണ്. അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ട് എന്തോ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്ത് ഈ സ്വർണ്ണത്തിന് ബുക്ക് ചെയ്തു. എൻ്റെ മകളുടെ ആവശ്യത്തിന് വേണ്ടി ആണ് ഞാനത് ചെയ്തത്. കാര്യം ഒരു വരുമാനമാവും, അവളുടെ ഒരു ആവശ്യം വരുന്ന സമയത്ത് അത് ഉപകരിക്കുമെന്ന രീതിയിലാണ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 6 മാസമായി അതിനുള്ള നമുക്ക് ലാഭവിഹിതവും ഇല്ല. ആ പൈസ കഴിഞ്ഞ വർഷം ഞാൻ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത സമയത്ത് ഏജൻറ്റ് കമ്മീഷൻ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഞാൻ അറിയാതെ ആ എഗ്രിമെൻറ്റ് പുതുക്കുകയാണ് ചെയ്തത്. എപ്പോഴെങ്കിലും ഈ ഉടമ എവിടെ ആണ് എന്ന് അന്വേഷിച്ചിട്ടുണ്ട്? ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിയാണ് തിരുമലയുള്ളത്. കൂടാത്തതിന് നല്ല, നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം, മനോഹരമായ ഒരു തൊപ്പി. ഈ ദൈവത്തിൻ്റെ പേരിൽ ദൈവവിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ അറിയാമല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഖുർആൻ വചനങ്ങൾ ചൊല്ലി ഈ രീതിയിലാണ് ഞങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പരസ്യമാണ്. ഈ 19-20 മണിക്കൂർ മുമ്പിട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. ഇതിൽ പറയുന്നത് 18 ക്യാരറ്റ് സ്വർണം 0% പണിക്കൂലിയാണ്. ഇത് ഏത് സ്ഥാപനത്തിൽ പോയി മേടിക്കണം? നമ്മൾ കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ്.